വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ ആരൊക്കെയെന്ന് അല്പസമയത്തിനകം അറിയാം. ഗവർണറെ കണ്ട് പട്ടിക കൈമാറുക 3:30-ക്ക് ശേഷം. പട്ടികയിൽ അവസാന നിമിഷവും മാറിമറിയൽ. വി.ടി. ബൽറാം സ്പീക്കറായേക്കും തിരുവഞ്ചൂർ മന്ത്രിസഭയിലേക്ക്. ധനകാര്യം കൂടാതെ തുറമുഖ വകുപ്പും മുഖ്യമന്ത്രിക്ക്. ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരവും വിജിലൻസും. സണ്ണി ജോസഫ് റവന്യൂവും കെ മുരളീധരൻ ആരോഗ്യവും ലഭിച്ചേക്കും. ബിന്ദു കൃഷ്ണയ്ക്ക് സാമൂഹിക നീതി വകുപ്പെന്നും സൂചന. പി.സി. വിഷ്ണുനാഥിന് വൈദ്യുതി വകുപ്പ് നൽകാൻ ആലോചന. എം. ലിജു എക്സൈസ് മന്ത്രിയാകും. എ.പി. അനിൽകുമാറിന് ടൂറിസം ലഭിച്ചേക്കും. ചാണ്ടി ഉമ്മന്റെ സാധ്യത മങ്ങുന്നു. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറായേക്കും. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ 5 മന്ത്രിസ്ഥാനം ഉറപ്പിച്ച മുസ്ലിം ലീഗ്. പി കെ കുഞ്ഞാലിക്കുട്ടിയും കെ എം ഷാജിയും മന്ത്രിസഭയിൽ. എൻ ഷംസുദ്ദീനും വി അബ്ദുൽ ഗഫൂറും മന്ത്രിമാരാകും. പ്രതിഷേധം ഉയർന്നതോടെ പി കെ ബഷീറിനും പദവി നൽകാൻ ധാരണ. പാറക്കൽ അബ്ദുള്ളയെ വെട്ടി. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിലെ മുസ്ലിം ലീഗ് ചർച്ചയിൽ സമസ്തയ്ക്ക് അതൃപ്തി. മന്ത്രിമാരിൽ കൂടുതലും മുജാഹിദ് വിഭാഗത്തിൽ നിന്നെന്ന് സമസ്ത. ഉറപ്പായ 3 പേരിൽ സുന്നി വിഭാഗത്തിൽ നിന്നുള്ളത് പി കെ കുഞ്ഞാലിക്കുട്ടി മാത്രം. പി കെ ബഷീർ, കെ എം ഷാജി, എൻ ഷംസുദ്ദീൻ എന്നിവർ മുജാഹിദ് വിഭാഗക്കാർ. മന്ത്രിസ്ഥാനത്തിൽ കലാപം കടുപ്പിച്ച് മാണി സി കാപ്പൻ. ടേം വ്യവസ്ഥയ്ക്ക് സമ്മതമല്ലെന്ന് തുറന്ന പ്രതികരണം. ഫുൾ ടൈം നൽകാമെന്ന വി.ഡി. സതീശന്റെ വാക്കുപാലിക്കണം. വി.ഡി. സതീശൻ തന്നെ വന്ന് പ്രസംഗിച്ചല്ലേ പാലയിൽ. മാണി സി കാപ്പൻ അങ്ങോട്ട് പോകുന്ന വണ്ടിയിലായിരിക്കില്ല, കൊടിവെച്ച വണ്ടിയിലായിരിക്കും തിരിച്ചു വരുന്നതെന്ന്. അപ്പോൾ അതുപോലെ രമേശ് ചെന്നിത്തല പുള്ളി കൺവെൻഷൻ വന്നപ്പം അദ്ദേഹം അത് തന്നെ പറഞ്ഞു. കലാപക്കൊടി ഉയർത്തി അനൂപ് ജേക്കബും. രണ്ട് മന്ത്രിസ്ഥാനത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ഒരു മന്ത്രിയും ചീഫ് വിപ്പ് സ്ഥാനവും അംഗീകരിക്കില്ലെന്ന നിലപാട്. പ്രധാന വകുപ്പുകൾ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മോൻസ് ജോസഫ് ന്യൂസ് മലയാളത്തോട്. റവന്യൂ വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, ഇതൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ട വകുപ്പുകളാണ്. അപ്പോൾ വിവിധ കാലഘട്ടങ്ങളിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്ത പാർട്ടിയാണ്. കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ലഭിക്കുന്ന ന്യായമായ പരിഗണന പോലെ തന്നെ കേരള കോൺഗ്രസിനും മൂന്നാമത്തെ കക്ഷി എന്ന നിലയിൽ ആ പരിഗണന ലഭിക്കണം. വി.ഡി.എസ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് എത്തുമോ എന്നതിൽ അവ്യക്തത. സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവി. കർണാടക, തെലങ്കാന, ഹിമാചൽ മുഖ്യമന്ത്രിമാർ ചടങ്ങിനെത്തും. കനത്ത സുരക്ഷയിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം. അവസാനവട്ട ഒരുക്കങ്ങൾ തകൃതി. വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ കുറഞ്ഞത് 4 ഈഴവരെയെങ്കിലും ഉൾപ്പെടുത്തണമെന്ന് ശിവഗിരി മഠം. ഈഴവരായ 9 പേരുണ്ടെന്ന് സതീശനെ ഓർമ്മപ്പെടുത്തിയത് സച്ചിദാനന്ദ സ്വാമികൾ. പിന്നോക്ക സമുദായ ക്ഷേമ വകുപ്പ് രൂപീകരിക്കണമെന്നും ആവശ്യം. കന്റോൺമെന്റ് ഹൌസിലെത്തി നിയുക്ത മുഖ്യമന്ത്രിയെ കണ്ട ശിവഗിരി മഠം ഭാരവാഹികൾ. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് ക്ലീമിസ് ബാവയെ സന്ദർശിച്ച് നിയുക്ത മുഖ്യമന്ത്രി. എല്ലാ സമുദായങ്ങളുടെ ആവശ്യങ്ങളും പരിഗണിച്ച് മുന്നോട്ട് പോകണമെന്ന് സതീശനോട് ക്ലീമിസ് ബാവ. ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ആശംസ. അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ വാക്ക് ഇത് ദൈവനിയോഗമെന്നാണ്. ഞങ്ങൾക്കതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ ദേശത്തിൻ്റെ കെട്ടുപണിക്ക് അദ്ദേഹം നൽകുന്ന വലിയ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം എല്ലാ വിജയവും നേരുന്നു. കൂടിക്കാഴ്ച നടന്നത് പട്ടം ബിഷപ്പ് ഹൌസിൽ. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്തിയത് CPIM PB-യിലെ വോട്ടെടുപ്പിലൂടെ. അനുകൂലിച്ചത് 17 പേരിൽ 10 പേർ, 7 പേർ എതിർത്തു. പിണറായിയെ എതിർത്തത് മലയാളിയായ വിജു കൃഷ്ണനും. ഓൺലൈനായി MA ബേബി PB വിളിച്ചത് പിണറായിയുടെ പേര് മാത്രം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചതോടെ. CPIM ജില്ലാ കമ്മിറ്റികളിൽ പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനം. പിണറായി ഏകാധിപതിയെ പോലെയെന്ന് പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ കടന്നാക്രമണം. പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കിയത് നൂറ്റാണ്ടിന്റെ മണ്ടത്തരമെന്ന് കോഴിക്കോട്ടെ യോഗത്തിൽ അംഗങ്ങൾ. MV ഗോവിന്ദന് ധാർഷ്ട്യമെന്ന് CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. PK ശ്യാമളയ്ക്കെതിരായ എതിർപ്പ് അവഗണിച്ചത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചു. പയ്യന്നൂർ വിഷയവും മലബാറിലാകെ എതിർവികാരം ഉണ്ടാക്കി. ഗോവിന്ദന്റെ വാർത്താ സമ്മേളനങ്ങൾ പുച്ഛത്തോടെയെന്ന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ അംഗങ്ങൾ.
ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് അബദ്ധമായി എന്ന് CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രതിസന്ധികൾക്ക് കാരണമായത് അയ്യപ്പ സംഗമം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിനെതിരെ എന്ത് നടപടിയെടുത്തെന്ന് ചോദ്യം. പാർട്ടി നിലപാട് എന്തെന്നും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ. മുസ്ലിം ലീഗിനെതിരായ കടന്നാക്രമണം തുടർന്ന് വെള്ളാപ്പള്ളി നടേശൻ. അധികാരം ഉറപ്പായതോടെ ലീഗിന് കടുത്ത ഹിന്ദു വിരുദ്ധതയെന്ന ആക്ഷേപം. UDF അധികാരത്തിലേറും മുൻപ് മുസ്ലിം ലീഗ് ഭരണം തുടങ്ങി. വർഗീയതയെ എതിർത്തതിന് തന്നെ തെരുവിൽ അധിക്ഷേപിച്ചെന്നും യോഗനാഥം മുഖപ്രസംഗത്തിൽ വെള്ളാപ്പള്ളി. ലേഖനം മലബാർ കലാപവും മാറാടും മറക്കില്ലെന്ന തലക്കെട്ടിൽ. വെള്ളാപ്പള്ളിയുടെ ലേഖനം തള്ളി കോൺഗ്രസ്. പ്രസ്താവന നല്ല ഉദ്ദേശ്യത്തിലല്ലെന്ന് KC വേണുഗോപാൽ. വെള്ളാപ്പള്ളി പറഞ്ഞതെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞത്. വെള്ളാപ്പള്ളി പണ്ട് മുതൽ മുസ്ലിം വിരുദ്ധത പറയുന്ന ആളെന്ന് G സുധാകരൻ. ലീഗ് മതേതര പാർട്ടി. വെള്ളാപ്പള്ളി നാളെ എല്ലാം മാറ്റിപ്പറഞ്ഞേക്കാമെന്നും സുധാകരൻ. കണ്ണൂർ മട്ടന്നൂരിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വീടിന് നേരെ ആക്രമണം. ഉഗ്രശേഷിയുള്ള പടക്കങ്ങളും കല്ലുകളും എറിഞ്ഞ അക്രമികൾ. പിന്നിൽ CPIM എന്ന ആരോപണം. ഒരാഴ്ചക്കിടെ രാജ്യത്ത് CNG വില വീണ്ടും കൂട്ടി. കിലോയ്ക്ക് വർദ്ധിച്ചത് ₹1. ദില്ലിയിൽ 1 കിലോ CNGക്ക് ₹80.09. ആഗോള ഊർജ്ജ വിപണിയിലെ പ്രതിസന്ധികൾ ഉയർത്തി കമ്പനികൾ. തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിൽ തീപിടുത്തം. എഞ്ചിനിലും B1 കോച്ചിലും തീപടർന്നത് രാജസ്ഥാനിലെ കോട്ടയ്ക്ക് സമീപം. ആർക്കും പരിക്കില്ല. ഒഴിവായത് വൻ ദുരന്തം. കോഴിക്കോട് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച ഗർഭിണി മരിച്ച സംഭവത്തിൽ നിർണായക കണ്ടെത്തൽ. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ലെന്ന് ഫോറൻസിക് വിഭാഗം. വയറുകൾക്കും പെട്രോൾ ടാങ്കിനും കേടുപാടുകളില്ല. വിശദ പരിശോധനയ്ക്ക് കൂടുതൽ വകുപ്പുകൾ. വയനാട് ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിച്ചു നൽകുന്ന വയനാട് ടൗൺഷിപ്പിൽ ആദ്യ കുടുംബം താമസം തുടങ്ങി. സ്വപ്നക്കൂടിലേക്ക് ചേക്കേറി ചൂരൽമല സ്വദേശി വിജയനും കുടുംബവും. വീഡിയോ കോളിൽ സാന്നിധ്യം അറിയിച്ച പിണറായി വിജയൻ. ആശംസകളുമായി K രാജൻ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. അടുത്ത 3 മണിക്കൂറിൽ ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. മലയോര തീരദേശ മേഖലയിലും ജാഗ്രതാ നിർദ്ദേശം. പോക്സോ കേസിൽ അറസ്റ്റിലായ കേന്ദ്രമന്ത്രി ബന്ദി സഞ്ജയ് കുമാറിന്റെ മകൻ ജയിലിൽ. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് കോടതി. സായ് ഭഗീരഥ് അറസ്റ്റിലായത് 17-കാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരെന്ന് കേന്ദ്രമന്ത്രി. ക്രിസ്ത്യൻ പുരോഹിതരുടെ കൊലപാതകത്തിന് പിന്നാലെ മണിപ്പൂർ വീണ്ടും കലുഷിതം. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട അമിത്ഷായ്ക്ക് കത്തയച്ച് കുക്കി സംഘടനകൾ. ചുരാചന്ദ്പൂരിൽ പ്രതിഷേധ മാർച്ചുമായി നാഗ, മെയ്തേ വിഭാഗങ്ങൾ. ഉത്തർപ്രദേശിൽ പൊള്ളലേറ്റ പ്രതിശ്രുത വധുവിന് ആശുപത്രി കിടക്കയിൽ താലി ചാർത്തിയ യുവാവ്. കാൺപൂർ സ്വദേശി ശ്വേതയ്ക്ക് വരണമാല്യം ചാർത്തിയത് വികാസ്. ഗ്യാസ് സിലിണ്ടർ ചോർന്ന് വധുവിന് പൊള്ളലേറ്റത് വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുൻപ്. പഞ്ചരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി നരേന്ദ്രമോദി ഇന്ന് സ്വീഡനിൽ. സന്ദർശനം സ്വീഡിഷ് പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണപ്രകാരം. മോദി സ്വീഡനിൽ എത്തുന്നത് 2018 ശേഷം ആദ്യം. നെതർലൻഡ് സന്ദർശനത്തിൽ നിർണായക കരാറുകളിൽ ഒപ്പിട്ട മോദി. വിജയ് മുഖ്യമന്ത്രിയായപ്പോൾ തനിക്ക് അസൂയായെന്ന വാദം കേട്ട് ഞെട്ടിയെന്ന് സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. ടിവിക്ക് അധികാരത്തിൽ കയറിയത് 2 ദ്രാവിഡ പാർട്ടികളെ വെട്ടി. വിജയ് നേടിയത് MGRനേക്കാളും വലിയ വിജയമെന്നും രജനീകാന്തിന്റെ പ്രശംസ.
ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനോട് ക്ഷുഭിതനായ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജിയോ ലാവ്റോയെ ചൊടിപ്പിച്ചത് വാർത്താസമ്മേളനത്തിൽ ഫോൺ റിംഗ് ചെയ്തത്. പുറത്തു പോയില്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് തോക്കെടുക്കാൻ പറയുമെന്ന് രോഷത്തോടെ സെർജിയോ. IPL ആവേശ പോരാട്ടത്തിൽ ഗുജറാത്തിനെതിരെ കൊൽക്കത്തയ്ക്ക് തകർപ്പൻ ജയം. കൊൽക്കത്തയുടെ ജയം 29 റൺസിന്. ജയത്തോടെ പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്തി കൊൽക്കത്ത.